ഹലോ, ഹലോ. ആ ഏട്ടത് പോയി തിരക്കിലാണോ? ഞാനൊരു ചെറിയ തിരക്കിലാണല്ലോ. ആരാ വിളിച്ചേ? എന്നാ അല്ല, ഞാന് ഇതിനു മുന്നേ നമ്മള് ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം രാഹുൽ ഈശ്വരൊക്കെ ആയിട്ടുള്ള ഒരു ആ ഇതിന് തൊട്ട് മുന്നേ കുറച്ച് ദിവസം മുന്നേ ആ നമ്മൾ ആ ആ. സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പു ഇപ്പം ഒരു മിനിറ്റ്. കുഴപ്പമില്ല. ഹലോ, പറയൂ. ഹലോ. പറയൂ. അല്ല, പ്രത്യേകിച്ച് പറയാൻ മീൻസ് നിങ്ങളുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഏത് തരം വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും സ്ഥിരമായിട്ട് കാണും. പക്ഷെ അതിലെനിക്ക് 2-3 കാര്യങ്ങളൊരു വിയോജിപ്പ് പോലെ എനിക്ക് തോന്നുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങള് സ്ഥിരമായിട്ട് ഇപ്പൊ ഈ ഖുറാനിൽ പറഞ്ഞിട്ടുള്ള, ഞാൻ ആ ഒരു വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല, എൻറ്റയർലി വേറെയാണ്. പക്ഷെ എന്നാലും അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് എന്റെ വിശ്വാസം നിൽക്കുന്നത്. ഞാൻ എന്താ പറയാ, എന്നെ പറ്റി ഞാൻ എന്റെ പേര് പറയുന്നില്ല കേട്ടോ. അല്ല, ആ വിശ്വാസത്തിലുള്ള ആളല്ല, പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വിശ്വാസം നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. മീൻസ് ഏകദേശം, കാരണം ഞങ്ങളെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ആണ് പിന്നീട് ഖുറാനിൽ വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ. ശരി. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഞാന് എന്റെ കുറച്ച് ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ആശങ്ക പോലത്തുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇപ്പം നമ്മള് സ്ഥിരമായിട്ട് ഇപ്പം നമ്മൾ ഏത് മതം ആയിക്കോട്ടെ, നമ്മൾ അതിനെ സ്ഥിരമായിട്ട് എന്താ പറയാ, അതിൽ നിങ്ങൾ പറയുന്നത് ഫാക്റ്റ് ആണ്, ഇല്ലാന്ന് പറയുന്നില്ല. നിങ്ങൾ പറയുന്നത് ഒരു കള്ളം പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുക എന്നുള്ളൊരു സംഭവം നിങ്ങൾ അതിൽ ചെയ്യുന്നേ ഇല്ല. എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അതിന് പ്രോപ്പർ ആയിട്ടുള്ള റെഫറൻസ് ഉണ്ട്, ഇന്ന കാര്യം എടുത്ത് നോക്കാന്ന് പറയാം. എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് നിങ്ങൾ എന്താ പറയാ, അതിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ച് മാത്രമാണ് നിങ്ങൾ സംസാരിക്കുന്നത്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പം ഇത് മറ്റു മതസ്ഥർ ഇപ്പൊ പോട്ടെ, ഇപ്പൊ മുസ്ലിംസിനെതിരായിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു ഖുറാനെതിരായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഒരു എന്താ പറയാ, ഒരു എല്ലാ മതത്തിനും ബാധകമാണ്. ഞാൻ ഖുറാനെതിരെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മാത്രം ബാധകമാണ്. നിങ്ങളുടെ ഗ്രന്ഥവും മീൻസ് അതായത് എല്ലാ മതത്തിനും ബാധകമാണ്. ഇതിനെങ്ങനെ പ്രോസസ് ചെയ്യുന്നു, എങ്ങനെ എടുക്കുന്നു, ഇത് എന്തിനു വേണ്ടി ഇപ്പൊ സമൂഹത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഇത് കേൾക്കുന്ന ഒരു വ്യക്തി, ഇപ്പൊ നിങ്ങൾ പറയുന്നത് ചെറുപ്പം തൊട്ടേ നമ്മളെ ഈ ഒരു മൈൻഡിലേക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങള് കൊണ്ടുവന്ന് പഠിപ്പിച്ച് വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എത്ര ഇനി വയസ്സ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു വിശ്വാസത്തിൽ തന്നെ അടിയുറച്ച്, കാരണം അതിൽ തെറ്റ്, ഇപ്പൊ നമ്മൾ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന പോലെ തന്നെയാണ് കൂടുതലും. അങ്ങനെയൊന്നും അല്ല. അതിന് നമ്മളിപ്പോ ഞാനൊക്കെ അങ്ങനെ വിശ്വസിച്ച ആളല്ലേ. ഈ സംസാരം നടക്കണം, ഈ ചർച്ചകൾ നടക്കണം, ഇതിന് പരിശോധിക്കപ്പെടണം. ആളുകള് അങ്ങനെ അതിനാണല്ലോ ആരും അങ്ങനെ ഒരു മാറ്റം വരണം എന്ന് ആഗ്രഹിക്കാതിരിക്കുന്ന ആൾക്കാരാണ് ഈ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആൾക്കാര്. അല്ല, മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന എല്ലാ ആളുകളെയും നോക്കിയിട്ടല്ലല്ലോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളുടെ ബോധ്യത്തിൽ, നമ്മുടെ ഉത്തമ ബോധ്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു 2-3 കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെ എടുത്തിട്ട് ഇപ്പൊ വേറെ മതസ്ഥരാണെന്നുണ്ടെങ്കിൽ, കണ്ടില്ലേ, നിങ്ങളെ മതത്തിന്ന് പോയിട്ട് നിങ്ങളെ തന്നെ കുറ്റം പറയുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങളെ മതം അത്രയും മോശമാണെന്നുള്ള പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന അങ്ങനെ പറഞ്ഞ മതം ഭയങ്കര സംഭവമാണെന്നുള്ള ആളുകൾക്ക് അതിനുള്ള മറുപടി കൊടുക്കാൻ കഴിയൂലേ? ശരിയാണ്. പക്ഷെ ഞാന് എന്തിനാണ് മറ്റു മതസ്ഥർ ഇത് എടുത്തോണ്ട് പോയിട്ട് മുസ്ലിങ്ങളോട് എന്താ നിങ്ങളെ മതം എങ്ങനെയാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അവരതിനെ സാമാന്യമായിട്ട് മനസ്സിലാക്കി വെച്ചാ പോലെ. നമ്മളൊരു 10 വർഷം, ഒരു 15 വർഷമൊക്കെ പുറകോട്ട് പോയിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞു വരുന്നതിന്റെ പോയിന്റ് എന്താണ്? മതവിമർശനം നടത്താൻ പാടില്ല എന്നാണ്? അല്ലല്ല, അങ്ങനെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്ന മതവിമർശനാണ്, മനുഷ്യരെ വിമർശിക്കുന്നതില് ചില ആൾക്കാര് വളരെ വളരെ എന്താ പറയാ, സ്പെസിഫൈഡ് ആയിട്ടുള്ള ചില ആൾക്കാര് ഇത്തരം നിങ്ങൾ എന്താ പറയാ ഉദ്ധരിക്കുന്ന ചില വിഷയങ്ങൾ എടുത്തിട്ട് അത് വളരെ മോശപ്പെട്ട ഒരാൾക്കാരാണ് നിങ്ങൾ ഈ വിശ്വസിക്കുന്ന ആൾക്കാർ എന്നുള്ള രീതിയിലേക്ക് അതൊരു ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള സാധ്യത ആളുകൾ ഇത് വിശ്വസിക്കുന്ന ആളുകൾ വളരെ മോശക്കാരാണ് എന്നുള്ള ഒരു രീതിയിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വചനവും എന്റെ വീഡിയോകളിൽ ഉണ്ടാവില്ല, ഒരു വാക്കും ഉണ്ടാവില്ല. നമ്മളൊരു പ്രത്യയശാസ്ത്രത്തെയാണ് പരിശോധിക്കുന്നത്. അതിപ്പോ ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയത്തെ, ഒരു ഐഡിയോളജിയെ, അതിന്റെ ശരിതെറ്റുകൾ പരിശോധിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അപകടകാരികളാണെന്ന് ചിത്രം വരുത്തുമോ? ഇല്ലല്ലോ. അല്ല പറഞ്ഞ ഇത് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ, ചില വർഗീയമായിട്ട് ചിന്തിക്കുന്ന ചില ആൾക്കാരുകൾ ചിന്തിക്കുന്നവർക്ക് നമ്മൾ പറയണമൊന്നും വേണ്ട, അതല്ലാതെ തന്നെ അവര് വർഗീയത ഉണ്ടാക്കിക്കോളും. അല്ല, അതിന് ഒരു സഹായമായിട്ട് അതിന് സഹായം ചെയ്യുന്നവരുണ്ടാവും.
എന്റേത് എന്തായാലും അങ്ങനെ സഹായം ചെയ്യാനുള്ള സാധനമല്ല, അല്ല അതങ്ങനെ ഉപയോഗിക്കാനും നിങ്ങളുടെ കഴിയില്ല. വീഡിയോകളിൽ ഞാൻ അല്ല, അത് കേൾക്കുന്നത് ഉപയോഗിക്കാൻ കൊണ്ട് കഴിയില്ല. അത് എനിക്ക് എന്നെ നിങ്ങൾ സംബന്ധിച്ച് അതിനെക്കുറിച്ച് എനിക്ക് എന്റെ ധാരണയുണ്ട്, എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അത് എങ്ങനെയൊക്കെ അത് നോക്കൂ, ഉപയോഗിക്കാൻ പറ്റും, ഞാനൊരു ആർക്ക് ഉപയോഗിക്കാം. വാഗ്വാദത്തിനായിട്ട് നിങ്ങൾ ഒരു ഉദാഹരണം സംസാരിച്ചതല്ല. പറഞ്ഞോളൂ, ഒരു ഉദാഹരണം പറഞ്ഞോളൂ. എന്റെ ഏത് വാദമാണ് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നത് നിങ്ങൾ കേട്ടത് ഇതുവരെ? നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അല്ല, പറയുന്ന കാര്യങ്ങൾ ഞാൻ എനിക്ക് പറയുന്ന മറുചോദ്യം കാര്യങ്ങൾ അങ്ങനെ മുസ്ലിം വെറുപ്പ് പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ആശങ്കപ്പെടുമ്പോ അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വാക്ക് പറയൂ. അതായത് ഇപ്പൊ നമ്മൾ ഈ മുർത്തദിനെ കാണുമ്പം ഈ മുർത്തദിനെ കുന്നുകളെ കൊല്ലണമെന്ന് മതത്തിൽ നിയമമുണ്ട്. ആ മത നിയമം തെറ്റാണ്. അതാണ് നിങ്ങൾ പറയുന്നത്. പറയണല്ലോ. അത് ഞാൻ അംഗീകരിച്ചു. ആ ഞാൻ അംഗീകരിച്ചു. അത് ഞാൻ കേൾക്കുമ്പോ പറയുന്നത് മതത്തിൽ ഇപ്പം അങ്ങനെ ഒരു നിയമം ഉണ്ട് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് പിന്നെ മറ്റു മതക്കാർക്ക് അത് അത് വർഗീയമായിട്ട് ഉപയോഗിക്കാൻ പറ്റും? എനിക്ക് മനസ്സിലായില്ല. മറ്റു മതക്കാർ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വിഷയത്തിലാണ്. അത് അത് കാരണം നല്ല നിങ്ങളടുത്ത് അത് അത് അതിൽ നമുക്കൊരു ധാരണ വേണ്ടേ? നമ്മളൊരു കാര്യം എക്സ്പ്രസ് ചെയ്യാൻ പോകുമ്പോൾ എങ്ങനെയാണ്? അതെ അത് മെയിൻ പ്രശ്നം എന്താ അറിയോ? കാരണം നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നല്ല അഗാധമായിട്ടുള്ള പാണ്ഡിത്യമുണ്ട്. നിങ്ങൾ 2006, 2005 തൊട്ട് ഇതിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതിന് ഒരു കൗണ്ടർ പോയിന്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് 100%. കാരണം നിങ്ങൾ ഇത്രയും അല്ല, ഞാൻ പറയുന്നത് നമ്മുടെ ആയിട്ട് നാട്ടിലെ മദ്രസകളില് കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. മദ്രസകളിൽ പോലും ഇത് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതിന് അവർക്ക് അവരുടേതായ ന്യായമുണ്ട്. അതല്ലാതെ എല്ലാ മുസ്ലിങ്ങളും മുർത്തദിനെ കാണുമ്പോ കൊല്ലും എന്ന് പേടിച്ച് നടക്കുന്ന ആളല്ലല്ലോ ഞാൻ. ഇപ്പൊ ഈ മുർത്തദിനെ കൊല്ലണം എന്ന് മതനിയമം പറയുമ്പോ ആ മുർത്തദിൽ പെട്ട ഒരാളാണല്ലോ ഞാൻ. ഞാൻ മുർത്തദാണല്ലോ. അപ്പൊ എനിക്കില്ലാത്തൊരു ബേജാർ എന്താ പിന്നെ നിങ്ങൾക്ക് ഞാൻ ചോദിക്കണേ? അല്ല, നമ്മൾ ഒരു എന്താ പറയാ, ഒരു സാഹോദര്യത്തിൽ മൊത്തത്തിൽ പോകുന്ന ഇങ്ങനെയൊന്നുമല്ല സാഹോദര്യം ഉണ്ടാക്കേണ്ടത്. സാഹോദര്യമൊക്കെ വസ്തുതകളായിട്ട് അറിഞ്ഞും പറഞ്ഞും തന്നെ ഉണ്ടാവേണ്ട സാധനമാണ്. അതിനോട് ഞാൻ നിങ്ങളോട് പൂർണ്ണമായിട്ടും 100% യോജിക്കുന്ന ഒരു നിങ്ങൾക്ക് വ്യക്തിയാണ്. വിയോജിക്കുള്ള ഒരു പോയിന്റ് പറയാം, അല്ലാതെ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ടല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ഇന്ന വീഡിയോയിൽ പറഞ്ഞ ഇന്ന ഭാഗം അത് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ആശങ്ക ഉണ്ടെങ്കിൽ പറയൂ. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അത് പരിശോധിച്ചിട്ട് വരൂ, അപ്പൊ നമുക്കത് പരിശോധിക്കാം. അല്ലേ? അല്ലാതെ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ വിമർശനം അല്ല നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിനല്ല ഞാൻ നിങ്ങളെ എതിർക്കുന്നത്. ഞാൻ പറയുന്ന രീതി അല്ലാതെ മറ്റെന്ത് രീതിയാണ് നമുക്ക് ഇതിൽ അവലംബിക്കാൻ പറ്റുക? നിങ്ങൾ പറയൂ. അവലംബിക്കാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത് സത്യമായിട്ടും ഇത്തരത്തിലുള്ള ഏത് മതവിഭാഗമാണെങ്കിലും അതിന്റെ അകത്തിരിക്കുന്ന തെറ്റുകൾ അവർ സ്വയം എന്താ പറയാ ഒരു തിരുത്താൻ വേണ്ടി കാത്തിരിക്കുക. ഞാൻ അനുഭവിച്ചതും പഠിച്ചതും അറിഞ്ഞതും എന്നെ ബാധിച്ചതും എന്നെ ബാധിക്കുന്നതിന്റെ ചുറ്റുമുള്ള മനുഷ്യരെ ബാധിക്കുന്നതുമായിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ പ്രശ്നങ്ങൾ ഞാൻ ആ മനുഷ്യരോട് പറയാൻ പാടില്ല എന്നാണോ? അതോ സ്വയം മനസ്സിലായി തിരിച്ചു വരട്ടെ എന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല ലിയാഖത്ത് ഭായി, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് പറയും. വെറുതെ നമ്മുടെ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പറയണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ നമ്മൾ എങ്ങനെ പറയണം? നിങ്ങൾ ഉദാഹരണം പറയൂ. അല്ല, നിങ്ങൾ ഇതിപ്പോ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ എത്ര നല്ല നമ്മൾ പറയാൻ പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇല്ലല്ല, ഒരിക്കലും പിന്നെ എന്താ നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ പോയിന്റ് എന്താ പറയുക? എന്റെ ആശങ്ക എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്തരത്തിൽ ഇപ്പം പല ആൾക്കാരും പല മതങ്ങളെ പറ്റിയും വിമർശിക്കുകയും അല്ലെങ്കിൽ എന്താ പറയാ ഇന്ന കാര്യങ്ങൾ ഇന്ന മോശമാണ്, ഈ പറയുന്ന കാര്യങ്ങൾ മാറ്റേണ്ടതാണ്, ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള പുരോഗമനത്തിനുള്ള നമ്മുടെയൊക്കെ എല്ലാവരുടെയും ലൈഫിനെ ഇതൊക്കെ ബാധിക്കും എന്നുള്ള കാര്യങ്ങൾ ഇതിന്റെ അകത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇത് പഠിച്ചിട്ടിരിക്കുന്ന എല്ലാവർക്കും നല്ല ബോധ്യമുള്ള ആൾക്കാരാണ്. എന്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ്. എല്ലാവർക്കും അറിയാം ആണ്. പക്ഷെ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ തന്നെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ തീവ്രമായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളാകുന്നത് കൊണ്ടായിരിക്കാം ഈ നിങ്ങളുടെ മതത്തിലുള്ള ഒരാളാണല്ലോ പറയുന്നത്, നിങ്ങൾ ഇത്രയും പൊട്ട മതമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ അത് ഉണ്ടായിട്ടാണ് നിങ്ങൾ വലിയ മറ്റേതാന്ന് പറഞ്ഞ് നടക്കണത്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. മറ്റു മതവിശ്വാസികൾ പരസ്പരം ഇത് പറയണതിന്റെ പ്രശ്നമല്ലേ? അതിനിപ്പോ നമ്മളല്ലല്ലോ ഉത്തരവാദി. അതെ, അതും ശരിയാണ്. അപ്പം നിങ്ങളെ ബാധിക്കാത്ത ഒരു കാര്യം നിങ്ങൾ കേട്ടാ നിങ്ങൾ ഇടത്തെ ചെവിക്കൂടി കേട്ട് വലത്തെ ചെവിക്കൂടി വിട്ടാൽ കാരണം നിങ്ങളാണ് ചെയ്യേണ്ടത്, നമ്മളല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ അനുഭവിച്ചതും നമ്മൾ കണ്ടതും കേട്ടതും പഠിച്ചതും അറിഞ്ഞതും അനുഭവിച്ചതും ഇന്നും മനുഷ്യരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യം ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ത്യ രാജ്യത്ത് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും ഒക്കെ ഉള്ള അവകാശം. ഇങ്ങനെ ഒരു മതം ഒരാള് മതം ഉപേക്ഷിച്ചാല് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാമൂഹ്യ സാഹചര്യം
അല്ല അത് അല്ലാതെ തീർച്ചയായിട്ടും മാറേണ്ടതല്ലേ? അത് അതെങ്ങനെ മാറുക? തീർച്ചയായിട്ടും മാറണം. അതെങ്ങനെ അത് മാറുക? മാറണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പ്രതികരിച്ചിട്ട് തന്നെ നമുക്ക് അതാണ് നമ്മൾ മാറ്റാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറ്റുള്ളൂ. കണ്ടാൽ മതി. അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആരെയും പിടിച്ച് ആരെയും പിന്നെ വലിച്ചു കൊണ്ടുവന്ന് കേൾപ്പിക്കൊന്നുമല്ല. നമ്മൾ നമ്മുടെ അഭിപ്രായം പറയാണ്. ആ അഭിപ്രായത്തിൽ അവര് പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിശ്വാസികളുടെ പക്ഷത്തുനിന്ന് പ്രതികരിക്കുന്നുണ്ട്. നേരിട്ട് അവർ വരുന്നില്ലെങ്കിലും അവർ അവരുടേതായിട്ടുള്ള പ്രതിരോധവും പ്രതികരണവും നടത്തുന്നുണ്ട്. അല്ല ഞാൻ ഇതുവഴി പറഞ്ഞല്ലോ ആളുകൾക്ക് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാവുന്നുണ്ട്. എന്റെ നിങ്ങളെ എയിം എന്ന് വീഡിയോ പറയുന്നത് വിശ്വാസത്തിനകത്തുള്ള, ഞാൻ വിമർശിക്കുന്ന വിശ്വാസത്തിനകത്തുള്ള മനുഷ്യർ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ചില ആ പുഴുക്കുത്തലുകൾ ഉദ്ദേശത്തിലാണ് ഞാൻ നമ്മൾ ചെയ്യുന്നത്. മാറ്റണം. അത്ര നമ്മൾ നിങ്ങൾ അങ്ങനെ, ഞാൻ ഒരു ഉദ്ദേശിക്കുന്നുള്ളൂ. പുഴുക്കുത്തൊന്നും ആയിട്ടൊന്നും മതത്തിനകത്ത് ഏതെങ്കിലും ഒരു പുഴുക്കുത്തിനെ കുറിച്ചൊന്നല്ല പറയുന്നത്. മതം തന്നെ ഒരു പുഴുക്കുത്താണെന്നാണ് എന്റെ വാദം. അത് ഞാൻ എനിക്ക് മതമാണ് എല്ലാ ധാർമ്മികതയുടെ അടിസ്ഥാനം, മതമാണ് ആകെ നന്മയുടെ കേദാരം, അതല്ലെങ്കിൽ ആകെ കുത്തഴിഞ്ഞു പോകും എന്ന് പ്രചരിപ്പിക്കുന്നവരോട് ആ മതം തന്നെ കുത്തഴിഞ്ഞു കിടക്കുന്നതാണെന്ന് എനിക്ക് പറയാനുള്ള അവകാശമല്ലേ? അത് പറയാം, തീർച്ചയായിട്ടും പറയാം. അതാണ് ചെയ്യുന്നത്. കാരണം നിങ്ങളെ തെരുവിൽ സ്വാതന്ത്ര്യത്തെ കയറി എനിക്ക് നിന്ന് തെരുവിൽ കയറി നിന്ന് തെരുവിൽ കയറി നിന്ന് സ്റ്റേജ് കെട്ടി ഇതര മതവിശ്വാസങ്ങളെയും ആദർശങ്ങളെയും വേറെ വേറെ സംഘടനകളെയും കുറിച്ച് മോശം പറയുന്ന ആൾക്കാരുടെ ഇടയിൽ അതൊക്കെ പറയുന്നത് അവനവന്റെ മതം മാത്രമാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന മതത്തെ കുറിച്ച് എനിക്ക് അതിനെ കുറിച്ച് വിമർശനമുണ്ട്. അത് ഞാൻ പറയും. അതിലെന്ത് പ്രശ്നം? അത് ഞാൻ പറയുന്ന പോലെ പറയാനാണ് എനിക്ക് പറ്റുള്ളൂ. വേറെ പല രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട്. പല ആൾക്കാരുടെ വീഡിയോസും കണ്ടിട്ടുണ്ട്. വളരെ മാന്യമായിട്ടും വളരെ റെസ്പെക്ട് കൊടുത്തും വിളിക്കുന്ന ആൾക്കാർ മനുഷ്യന് ചെയ്യാവുന്ന ഒരു കാര്യം അത് ചെയ്യുന്നുണ്ട്. ഓക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് കണ്ടപ്പോ എന്റെ ഒരു ആശങ്ക അറിയിക്കണം എന്ന് കരുതിയിട്ട് മാത്രം വിളിച്ചാണ്. സോറി. ആശങ്ക അനാവശ്യമാണ്. അതിൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. ഓക്കെ വിളിക്കാൻ സമയം കിട്ടുമ്പോൾ ഞാൻ ഇതിനെ കുറിച്ച് കൂടുതലും കൂടി ഒന്ന് ചിന്തിക്കട്ടെ, പഠിക്കട്ടെ. ഓക്കെ ശരി.